ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൂട്ടുകാരോട് സംസാരിക്കുകയാണ് നിഖിൽ. ഈ സെറ്റപ്പൊക്കെ കണ്ട് മൊത്തത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുക. ഞാൻ അതിനിടയിൽ പോയി ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിനക്കിതൊക്കെ ശീലമല്ലേടാ അളിയാന്ന് ചോദിച്ചു. ചെറുതായിട്ടൊന്ന് അഭിനയിച്ചാൽ പോരെടാ, പോയി മൊത്തത്തിലൊന്ന് ചില്ലാക്കിയിട്ട് വാ, ചെല്ലടാ ചെല്ല് എന്നും പറഞ്ഞ് കൂട്ടുകാർ നിഖിലിനെ പറഞ്ഞു വിടുക. നിഖിലാണെങ്കിൽ ഭയങ്കര കലിപ്പിലാണെങ്കിൽ പോലും ഏതാണ്ടൊക്കെ വലിച്ച് കയറ്റി സിഗരറ്റും വലിച്ച് കുറേ പെർഫ്യൂമും അടിച്ച് അവിടെ നിന്ന് ആശാൻ അങ്ങ് പോകുവാണ്, മണം വരാതിരിക്കാനൊക്കെ ആയിട്ടേ. അപ്പോൾ അങ്ങനെ ഭയങ്കര സെറ്റായിട്ട് ചിരിച്ചോണ്ടിയല്ലടാ എന്നും പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞു വിടുന്നു. അപ്പത്തേനും ഊതി ഊതി മണം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ചേട്ടൻ അങ്ങ് പോകുന്നത്. അങ്ങനെ നിഖിൽ എല്ലാവരെയും കണ്ടു. അപ്പോഴേ അച്ചു ആരാണ്ടോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. രണ്ടും കൽപ്പിച്ചവൻ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ അച്ചുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നാളെ കല്യാണത്തിന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചു ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ നാളെ നിങ്ങൾ വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പിള്ളേർ ഓക്കെ പറഞ്ഞ പിള്ളേരങ്ങ് പോയി. പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ അച്ചുവിൻ്റെ അടുത്ത് അതിൽ സോപ്പിട്ട് ചെല്ലുവാണ് നിഖിൽ. അച്ചുവിന് ഇവനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അച്ചു ഇങ്ങനെ കൊലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ, നിഖിലിന് മുഖം കൊടുക്കാതെ. ആ സമയത്ത് ഭയങ്കര സ്നേഹപ്രകടനമായിട്ട് ചെന്നിട്ട് അച്ചു നേരത്തെ അങ്ങനെ ബിഹേവ് ചെയ്തതിൽ സോറി കേട്ടോ എന്ന് പറഞ്ഞു. സത്യമായിട്ടും മൊത്തത്തിൽ ഞാനും കുറച്ച് ഡൗൺ ആയിപ്പോയി, ആ ഗെയിമും മറ്റുമൊക്കെ ആയപ്പോഴേ ഞാൻ ആകെ ഇതായിപ്പോയെന്ന് പറഞ്ഞു. എനിവേ നമുക്ക് ഫ്യൂച്ചർ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം എന്ന് നിഖിൽ അച്ചുവിനോട് പറയാം. ആക്ച്വലി അതാണല്ലോ വേണ്ടത്, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ട് വേണമെന്നൊക്കെ അച്ചുവിൻ്റെ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു. നാഷണലോ അതോ ഇൻ്റർനാഷണലോ? അപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയണു അച്ചു. അപ്പോഴേക്കും പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു. മോനെ എടാ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ പൊന്നു മോനെ, കല്യാണം കഴിഞ്ഞാലേ ഇവള് നിന്റെ കൂടെ തന്നെ ആയിരിക്കത്തില്ലേ മുഴുവൻ സമയവും. എന്നാലും കല്യാണത്തിന് മുന്നിൽ കുണുങ്ങലും ചിണുങ്ങലും ഒക്കെ ഒരു രസമല്ല നിഖിലേ എന്ന് പ്രതാപിൻ്റെ കൂടെ വന്ന രണ്ട് കൂട്ടുകാരും പറയണു. ഇത് എൻ്റെ ഫ്രണ്ട്സായിട്ടോ മോളെ, എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കണു. ടെക്സ്റ്റൈൽ ഫീൽഡാണ്. ഫാവിയിലെ പൂർണിമ ടെക്സ്റ്റൈൽസുമായിട്ട് ഒരു കൊളാബറേഷനൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിശദമായിട്ട് ഞങ്ങൾ പ്രതാപനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് ചേട്ടന്മാർ പറയുമ്പോൾ അതിന് ഇദ്ദേഹമായിട്ടല്ല സംസാരിക്കേണ്ടത്, എൻ്റെ വല്യേട്ടനുമായിട്ടാണ് നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു. വല്യേട്ടനാ എല്ലാം നോക്കി നടത്തുന്നതെന്ന്. അത് കേട്ടപ്പോൾ പ്രതാപൻ നാണം കെട്ടുപോയി. അച്ചു നാറ്റിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം പ്രതാപനെ. മറ്റവനില്ലേ ആ സേതുമാധവൻ, അവന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താ. ആദ്യം കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ എന്നും പറഞ്ഞു പ്രതാപൻ ഊരിപ്പോരാൻ നോക്കുക. എന്നാൽ പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ നാണക്കേട് മറയ്ക്കാനായിട്ട് അവിടെ ഊരിപ്പോരാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അവരങ്ങ് പോയി കഴിയുമ്പോൾ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യവും ഇതാക്കിയിട്ട് ഇയാളങ്ങ് പോയി. കല്യാണം കഴിഞ്ഞില്ല, അതിന് മുമ്പേ ബിസിനസ് കൊളാബറേഷൻ ഉണ്ടാക്കാനായിട്ട് വന്നേക്കുവാണെന്ന് അച്ചു പറയുമ്പോൾ അതിലെന്താ തെറ്റ്? രണ്ടു കൂട്ടർക്കും ഗുണമുള്ളതാണെങ്കിൽ കൈ കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു നിഖിൽ. അപ്പോൾ അത് കേട്ടൻ തീരുമാനിച്ചോളും എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നിഖിലിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ആ കോള് കണ്ടപ്പോൾ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് നിഖിൽ ഫോണും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അച്ചു ആണെങ്കിൽ ആകെ വീർപ്പ് മുട്ടി ഇങ്ങനെ നിൽക്കും. അച്ചുവിനാണെങ്കിൽ ഒരു സമാധാനമില്ല. പക്ഷേ നിഖിലിനെ വിളിച്ചതേ ആ ഇന്ദ്രൻ എന്ന് പറയുന്നവനായിരുന്നു. കുറേ വിളിച്ചു, അവൻ എടുക്കുന്നില്ല. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും നിഖിലൊരു മുറിയിൽ കയറിയിട്ട് ഇവൻ തിരിച്ച് വിളിച്ചു. നീ എന്താടാ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു. എൻ്റെ പൊന്നെന്തിരാ, ഞാനിപ്പോൾ പൊന്നുമടത്തിലാന്ന് പറഞ്ഞു. എന്ന് വെച്ചെന്താടാ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്താൽ എന്താടാ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ അച്ചു ഉണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീയാണ് വിളിച്ചതെന്നെങ്ങാനും അറിഞ്ഞാ എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. ശരി അല്ല അവിടെ ഇപ്പം എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു. എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നു ഇന്ദ്രൻ. അതേന്ന് നിഖിലും പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും അങ്ങോട്ടേക്ക് വരട്ടെടാ, നമുക്ക് ഡാൻസ് ചെയ്യാടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് ഈ കല്യാണം നടക്കണമെന്ന് ഒരാഗ്രഹം ഇല്ലല്ലേ എന്ന് നിഖിൽ അന്നേരം കൂട്ടുകാരനോട് ചോദിക്കുക. എടാ നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഒരാളും ഇപ്പം അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അതോടുകൂടി തീർന്നല്ല, പിന്നെ കല്യാണമില്ല കച്ചേരിയും ഇല്ല. അല്ലെങ്കിൽ തന്നെ അച്ചുവിൻ്റെ ചേട്ടൻ എന്നെ തീരെ ബോധിച്ചിട്ടില്ല. ഇതും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യം ഉണ്ടോടാന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നാൽ ശരി, എന്നാ വരുന്നില്ല. പിന്നെ ഞാൻ നാളെ എത്തിക്കോളാം. കല്യാണം കഴിയുമ്പോൾ സദ്യയൊക്കെ ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാനും ഉണ്ടാകുമെന്ന് പറഞ്ഞു. കുറേ കാലമായി ഒരു കല്യാണ സദ്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ക്ഷമിക്കേണ്ട ഇന്ദ്ര, നിന്റെ ഭാര്യ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. നീ ശരിയല്ലെന്ന് കണ്ടപ്പോൾ താലി മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോയി. ഇവിടെ അങ്ങനെ സംഭവിക്കരുത്. കല്യാണം കഴിഞ്ഞാലും ഞങ്ങളൊന്ന് ജീവിച്ച് തുടങ്ങിക്കോട്ടെ. ഒരാഴ്ച കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ പ്ലാൻ നടപ്പാക്കി തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം നീ എന്നെ പറ്റിക്കുകയല്ലോ അല്ലേ? പറ്റിച്ചാ അറിയാലോ എന്നെ. എടാ ഞാൻ അങ്ങനെ ചെയ്യുമോ? എനിക്ക് വേണ്ടത് പണമാണ്, അത് തരാമെന്ന് നീ ഏറ്റിട്ടുണ്ടല്ലോ, പിന്നെന്താന്ന് ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ, എൻജോയ് മാൻ എൻജോയ് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോണങ്ങ് കട്ട് ചെയ്ത് ഈ രാത്രി നിൻ്റെ രാത്രിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ അവിടെ വെച്ചിട്ട് നിഖിൽ ഇങ്ങനെ നിൽക്കുന്നു. നിഖിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പല്ലവിയെ.
ഇവൻ്റെ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ പല്ലവി കേട്ടില്ലയോ എന്നുള്ളൊരു പേടി പെട്ടെന്ന് നിഖിലിന് വന്നു കേട്ടോ. ആ സമയത്ത് ഇവൻ്റെ മുഖം അങ്ങ് വല്ലാതായി. പല്ലവി രണ്ടും കൽപ്പിച്ച് ഈ മുതലിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നേ? അപ്പം അത് തന്നെ നീ അറിയുന്നതെന്ന് ചോദിച്ചു നിഖിൽ. നീ ഇവിടുത്തെ ആരാ എന്ന് ചോദിക്കുമ്പം അത് ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ആരോടാ സംസാരിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അപ്പം പറയാൻ എനിക്ക് സൗകര്യമില്ലെന്ന് നിഖിൽ പറഞ്ഞു. വിരട്ടലൊക്കെ ആ സേതുമാധവനോട് കാണിച്ചാൽ മതി, എന്നോട് കാണിച്ചാലുണ്ടല്ലോ. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഗൂഢാലോചന മുഴുവനും പല്ലവി കേട്ടു എന്നുള്ളത് ഇവൻ പൂർണ്ണമായി അങ്ങ് ഇതാക്കിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും പ്രതാപൻ എന്താടാ എന്നും ചോദിച്ച് കയറി വന്നു. എന്താ പ്രശ്നം? അപ്പോൾ ഇവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെന്ന് നിഖിൽ പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറഞ്ഞു പല്ലവി. അപ്പോൾ എടി പെണ്ണെ നിലയ്ക്ക് നിന്നോണം നീ കേട്ടോ എന്ന് ഇയാൾ പറയും. അതായത് നമ്മുടെ പ്രതാപൻ സേതുമാധവൻ കൂടെ ഉണ്ടെന്ന് കരുതി പൊന്നുമടത്തിലെ സർവാധികാരിയാണ് നീ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലേ ആ ചിന്ത അങ്ങ് മാറ്റിവെക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പ്രതാപൻ പല്ലവിയോട് പറയണു. ജോലിക്കാരി എന്നും ജോലിക്കാരി മാത്രമാണെന്നും പറഞ്ഞു. അതെ, ഞാൻ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പല്ലവി. പിന്നെ എന്താടി പ്രശ്നം? അത് ഇയാൾക്കും അറിയാം എനിക്കും അറിയാം. അപ്പം എന്താടി എന്ന് പറയാൻ പറഞ്ഞു നിഖിൽ. പറയാനല്ല പ്രവർത്തിക്കാനാ പോകുന്നതെന്ന് പല്ലവി പറഞ്ഞു. പൊന്നുമടത്തിൽ പല്ലവിക്ക് എന്തെങ്കിലും വിലയുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്ന് പല്ലവി ഇവനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുക. അങ്ങനെ നിഖിൽ ആകെപ്പെട്ടു. നിഖിലാണെങ്കിൽ വാതിലടച്ചിട്ട് പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കുഴപ്പമാവുമോ എന്നും ചോദിച്ചു. അപ്പോൾ ദേ മൊത്തത്തിൽ ആവാനും ആവാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ടെന്ന് ഇയാൾ പറയാതെ. അത് പ്രതാപൻ നീർക്കോല് കടിച്ചാലും ആ താഴെ മുടങ്ങുമെന്ന് നീ കേട്ടിട്ടില്ലേന്ന് ചോദിച്ചു. അതുപോലെ ഒരുത്തിയാ അവളെ സൂക്ഷിക്കണം. അവൾ വിചാരിച്ചാലും പലതും നടക്കും. അങ്ങനെ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫോൺ വിളി കേട്ടോ മൊത്തം കുഴപ്പമായെന്ന് പറഞ്ഞു. ഫോൺ വിളിയോ? അതിന് നീ എന്താ ഫോണിൽ സംസാരിച്ചതെന്ന് ചോദിച്ചു. കുഴപ്പം പിടിച്ച വല്ല ആണോടാ എന്ന് പ്രതാപൻ ചോദിച്ചു. അപ്പോൾ ഇത്തിരി കുഴപ്പം പിടിച്ചതാ, അത് അവൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് നിഖിൽ. അല്ലെങ്കിൽ പിന്നെ പേടിക്കാനില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ എടാ നിഖിലെ, നീ എന്നോടെങ്കിലും ഒന്ന് പറയടാ, നീ എന്താടാ സംസാരിച്ചത്? അത് കേട്ടപ്പോൾ അത് സീക്രട്ടാ, പുറത്തു പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിഖിൽ അവിടെ നിന്ന് പോയി. പ്രതാപൻ നിൽക്കുന്നു പൊട്ടം നോക്കി. എൻ്റെ ദൈവമേ എല്ലാം കൈവിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി ഏതാണ്ട് കിടന്ന് തപ്പുക. ഞാൻ വെച്ചെടുത്തൊന്നും കിട്ടത്തൂല്ലെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് തപ്പ്. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഈ കിടന്ന് കാണിക്കുന്നത്, നമുക്കെന്താ വല്ല വട്ടായോ എന്ന് ചോദിച്ചു. വട്ട് പകരുവോടാ? ഇല്ലല്ലോ എന്ന് ചോദിച്ച അമ്മ മോനോട്. അമ്മ വീണ്ടും തപ്പ് തുടങ്ങി. അപ്പോൾ എനിക്ക് ഭ്രാന്താണെന്നല്ലേ? എന്താടാ അല്ലേ? ഇപ്പൊ പറയുന്നതാണോ നീ പിന്നെ പറയുന്നതെന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ ചോദിക്കാം. നിനക്ക് എന്തിനെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടോടാ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്നാണെന്ന് ചോദിച്ചു. നീയല്ലേ ആദ്യം പറഞ്ഞത് സേതുമാധവന്റെ പെങ്ങളുടെ കല്യാണം മുടക്കുമെന്ന്? എന്നിട്ട് നിനക്ക് അതിന് കഴിഞ്ഞോടാന്ന് ചോദിച്ചപ്പോൾ ഹോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കേൾപ്പിക്കുക ഇന്ദ്രൻ. കല്യാണം നാളെ നടക്കുമെന്നും പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ വിഷുവിന് അങ്ങോട്ടേക്ക് വരുക. വിഷുവിന് ഇത് കേൾക്കുക കേട്ടോ. എൻ്റെ അമ്മ ഈ കല്യാണം ഉണ്ടല്ലോ, ഈ കല്യാണം നടക്കണം. ആ കല്യാണം മുടക്കാനല്ല നടത്താനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അനിയൻ അവിടെ നിന്നത് കേൾക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാവോ എന്ന് ചോദിച്ചു. അറിയുമ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കും, ഷെയ്ക്കോൻ്റെ വരെ തരുമെന്ന് പറഞ്ഞു ഇന്ദ്രൻ. അത് കേട്ടപ്പോഴേക്കും അമ്മയ്ക്കൊരു പ്രതീക്ഷ. നോക്ക്, സേതുമാധവന്റെ പെങ്ങളായ അവന്തികയെ കെട്ടുന്നതേ ആരാണെന്ന് അറിയാതിരുന്ന സമയത്താ ഞാൻ കല്യാണം മുടക്കണം എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ നിലപാട് മാറ്റി. കാരണം അറിയാവോ? കെട്ടാൻ പോകുന്നത് നിഖിലാണ് എന്നറിഞ്ഞപ്പോൾ. അതെന്താ നീ അങ്ങനെ പറ്റിയേ? അപ്പോഴും നമ്മുടെ വിശ്വനോടെ നിന്ന് ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിന്ന് കേൾക്കുക. അവൻ ആരാ കക്ഷിയെന്ന് അമ്മയ്ക്ക് അറിയോ? എൻ്റെ വലം കൈ അവൻ. ഞാൻ എന്താവശ്യപ്പെട്ടാലും അതുപോലെ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞ് ഇന്ദ്രൻ നിന്ന് ചിരിക്കണം. അറിയാവോ അമ്മയ്ക്ക്? അവനുണ്ടല്ലോ ഒരു വലിയ ക്രിമിനലാണെന്നും പറഞ്ഞു. അവൻ എത്ര കേസുകളുണ്ടെന്ന് അവന് പോലും അറിയില്ലെന്നുള്ള കാര്യവും പറയാം. അപ്പോൾ വിശ്വനൊന്നും അല്ലാത്തതുപോലെ നിൽക്കുക കേട്ടോ. അവൻ അവന്തികയെ കെട്ടുന്നതേ പണം മോഹിച്ചാണെന്നും പിന്നെ കല്യാണം കഴിയുമ്പോൾ അവൻ്റെ തനി സ്വരൂപം എല്ലാവരും കാണുമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് വിശ്വൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അവനല്ല, ഞാനാണ് പിന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞു. അപ്പോഴും രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുക. എൻ്റെ ഭാര്യ അവൻ സ്വന്തമാക്കിയെങ്കിൽ അവൻ്റെ പെങ്ങളെ ഞാനും സ്വന്തമാക്കും. പകരത്തിന് പകരം. എന്താ അതുപോലെ അമ്മയ്ക്ക്? പിന്നെ അപ്പോൾ സേതുമാധവൻ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കാൻ തയ്യാറാകും. അതാമ്മ നടക്കാൻ പോകുന്നത്. പല്ലവിയെ സേതുമാധവൻ ഉപേക്ഷിക്കും. പിന്നെ അവന്തികയ്ക്ക് വേണ്ടി പല്ലവിയും ചെയ്യും ചില വിട്ടുവീഴ്ചകൾ. അപ്പോഴേക്കും അമ്മ ഭയങ്കര സന്തോഷവതിയായിട്ടിരിക്കുക. വിശ്വന് ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, അതാണ് ഒരു പ്രതീക്ഷ. പിന്നെ അവള് ഈ വീട്ടിലേക്ക് തിരികെ വരുമെന്നുള്ളതാ. വരുത്തും ഞാൻ അവളെ.
എന്നിട്ട് ഈ വീട്ടിലെ അടുക്കളപ്പണി ഞാൻ ചെയ്യിപ്പിക്കും അവളെ കൊണ്ടെന്ന് പറഞ്ഞപ്പം ഇതൊക്കെ നടക്കുമെന്നാണോ നീ പറയുന്നതെന്ന് അമ്മ ചോദിക്കുമ്പം നടക്കില്ല, ഓടും, അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. ഓടിക്കും ഞാൻ. എൻ്റെ അമ്മയെ നിഖിലിനെ ഞാൻ കാശ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. കാശ് കിട്ടുമെന്നായ അവൻ എന്തും ചെയ്യുന്നവനാ, ആരെ വേണമെങ്കിലും വിൽക്കുന്നവനാണെന്നുള്ള കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ വിശ്വന് അത്ഭുതപ്പെട്ട് നിൽക്കുക കേട്ടോ. അമ്മേ ദേ അമ്മ ഈ ബോംബെ ബോംബെ എന്ന് കേട്ടിട്ടില്ലേ? അവിടെ കിടന്ന് വളർന്നവനാ നിഖിൽ. ഇല്ലാത്ത തരികടകളൊന്നുമില്ല. അവനെ പോലെ ഒരു വൃത്തികെട്ടവൻ ഈ ലോകത്തില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മോനെ ഇപ്പോഴും അമ്മയ്ക്കൊന്ന് സമാധാനമായത്. ഞാൻ ഓർക്കുകയും ചെയ്തു നിന്റെ ബുദ്ധിക്ക് എന്ത് തകരാറ് പറ്റിയെന്നുള്ളത്. ഈ ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാ നിനക്കിങ്ങനെയൊക്കെ. ബുദ്ധി കൂടിയാലും ഇങ്ങനെയൊക്കെ തന്നെ വരുമല്ലോ മോനെ. നീ ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വിശ്വന് ഇതെല്ലാം കേട്ടില്ലേ? അമ്മയും മോനും കൂടെ കൊടിയ പ്ലാനുകളൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ ഈ കല്യാണം നടക്കുന്നത് നിഖിലിന് വേണ്ടിയിട്ടല്ലെന്നും ഇന്ദ്രന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഇന്ദ്രൻ അവിടെ നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. എൻ്റെ ഡമ്മി അവന്തിക അവനുള്ളതല്ല എനിക്കുള്ളതാണെന്നും പറഞ്ഞ് പ്രതികാരം എന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വലിയ മനക്കോട്ടയൊക്കെ വെച്ച് കെട്ടുവാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ വിശ്വൻ ഇങ്ങനെ ആകെ തല കറങ്ങി നിൽക്കും. എന്തൊരു ചതിയായിരുന്നുള്ളൊരിതിലെ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയാണ്. പല്ലവി ഇങ്ങനെ നടന്നു വരുന്നു. പല്ലവി ഇങ്ങനെ നടന്നു വന്നിട്ട് നമ്മുടെ അച്ചുവിൻ്റെ മുറിയിലേക്ക് കയറി. അപ്പോൾ ഇവൻ അവിടെ വെച്ചിട്ട് പോയ ഫോൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വേഗം തന്നെ അതിൻ്റെ ലോക്ക് അഴിക്കാനൊക്കെ നോക്കുക. ലോക്ക് അഴിക്കാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ഈ സമയം കൃത്യം നമ്മുടെ പാർവിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. അതും വേറെ ആരുമല്ല വിളിച്ചത്, വിശ്വൻ്റെ കോളാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ പല്ലവി അങ്ങ് ഇരിക്കുന്നു. സോറി, പാറുവും വിശ്വനും കൂടെ ഫോണിൽ സംസാരിച്ചിട്ടിരുന്ന തൊട്ട് പുറകെ പല്ലവിയുടെ കോള് വന്നു. ആഹാ, അത്ഭുതമായിരിക്കുന്നല്ലോ ഇത്. ചേച്ചി കല്യാണത്തലേന്ന് എന്നെ വിളിക്കാൻ തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അതെ മോളെ എനിക്ക് നിൻ്റെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചോ. ഈ ഫോൺ ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക, അത് നമുക്കൊന്ന് അൺലോക്ക് ചെയ്യണം, അതിനെന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പാറ്റേൺ ലോക്കാണോ അതോ ഫിംഗർ പ്രിൻറ്റ് ലോക്കാണോ എന്ന് ചോദിച്ചപ്പം പാറ്റേൺ ലോക്കാണെന്ന് പറഞ്ഞു. ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, പാറ്റേൺ ലോക്ക് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പാറു. അപ്പോൾ ശ്രദ്ധിച്ച് ചേച്ചി കേട്ടോളാൻ പറഞ്ഞു. പാറു ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് നമ്മുടെ പല്ലവി മനസ്സിലാക്കുക. അതിനുശേഷം പല്ലവി നമ്മുടെ നിഖിലിൻ്റെ ഫോണിൻ്റെ പൂട്ട് തുറക്കുക മക്കളെ. ആ നിധി കൂമ്പാരത്തിൻ്റെ പൂട്ട് തുറന്നു. അങ്ങനെ പൂട്ട് തുറക്കാനായിട്ട് പല്ലവി അവിടെ കണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് വീണ്ടും വിശ്വൻ്റെ കോള് വന്നു. അപ്പോൾ എന്താ വിശ്വ നേരത്തെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പാർവതിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിശ്വൻ പാർവതിയോടും പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പാർവതി ആകെ ഞെട്ടി നിൽക്കുക. ഈ സമയം കൊണ്ട് പല്ലവി അവൻ്റെ ഫോണിൻ്റെ ലോക്ക് തുറന്നു. അതിൽ കണ്ട കാഴ്ചകളെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു. പല്ലവി അവൻ്റെ സകല ഇടപാടും തീർക്കും, അവൻ്റെ സകലതും പൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വൻ വിളിച്ച കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ പാറു വിളിച്ച് പല്ലവിയോട് പറയാം. പല്ലവിയോട് പറഞ്ഞിട്ട് നിഖിൽ ആൾ ശരിയല്ലെന്നും അതുപോലെ ഇന്ദ്രജിത്ത് അവൻ്റെ പിന്നിൽ എന്നുള്ള കാര്യവും പറഞ്ഞു. ഇതെല്ലാം കേട്ട് പല്ലവി ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ. ഒരു കാരണവശാൽ ഈ കല്യാണം നടക്കരുത്, നടന്ന അച്ചുവിൻ്റെ ജീവിതം അപകടത്തിലാകുമെന്ന് ഇങ്ങനെ പറയുമ്പോൾ നീ എങ്ങനെ ഈ വിവരം അറിഞ്ഞതെന്ന് ചോദിച്ചു. ആരാ നിന്നോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പാറുവിനൊരു പേടി. അത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ ചേച്ചി ഇത് ചെയ്യുക, ഞാൻ പറഞ്ഞത് ചേച്ചി വിശ്വസിക്കണമെന്നും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും പല്ലവിയുടെ കയ്യിൽ നിന്ന് പോയി. നീ ഇപ്പോൾ ഈ പറഞ്ഞ വിവരം അത് ഞാനും ഇപ്പോൾ മനസ്സിലാക്കിയതേ ഉള്ളൂ എന്ന് നമ്മുടെ പല്ലവി പറയാം. തെളിവ് സഹിതം പൊക്കിയില്ലേ. ഈ സംശയം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു, കൺഫേം ചെയ്തത് ഇപ്പോഴാണെന്നും പല്ലവി അനിയത്തിയോട് പറയുമോ. അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക ഞാനിപ്പോൾ. അന്ന് ഇന്ദ്രൻ ഒളിവിലായ സമയത്ത് ആ സമയത്ത് അയാൾ ഉപയോഗിച്ചിരുന്നത് പ്രതാപൻ്റെ സിം കാർഡ് ആയിരുന്നു എന്ന കാര്യം പല്ലവി പറയാം. പ്രതാപിൻ്റെ നമ്പറിലുള്ള ഫോൺ നമ്പർ എങ്ങനെ അവൻ്റെ കയ്യിൽ എത്തിയെന്നുള്ള ആ ഒരു ഇത് ഞങ്ങളെല്ലാവരും സംശയിച്ചതാണ്. ഇപ്പോഴല്ലേ റൂട്ട് മനസ്സിലായതെന്നൊക്കെ പല്ലവി പറയുവാണേ. പിന്നെ നിഖിലാണ് ഇന്ദ്രൻ ആ ഫോൺ കൊടുത്തിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ പല്ലവി പറഞ്ഞു. നിഖിൽ ഇന്ദ്രൻ്റെ വലം കൈയാണെന്നും നീ പറഞ്ഞതുപോലെ ഈ കല്യാണം നടന്നാൽ അച്ചുവിൻ്റെ ജീവിതം നശിക്കുമെന്നുള്ള കാര്യം പല്ലവി പറയുന്നു. മറ്റൊരു പല്ലവിയാവാൻ ഞാൻ അച്ചുവിനെ അനുവദിക്കില്ല പാറു, അവളെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞു പല്ലവി. അപ്പോൾ രക്ഷിക്കണം ചേച്ചി, സേതുവേട്ടൻ വിചാരിച്ചാൽ അത് നടക്കും എന്നും പറയാം. ചേച്ചി സേതുവേട്ടനോട് അറിഞ്ഞതെല്ലാം പറയണമെന്നും സേതുവേട്ടൻ വേണ്ടത് ചെയ്തോളൂ എന്നും പറഞ്ഞു. അപ്പോൾ ശരി, നീ സമാധാനമായിട്ടിരിക്കുക, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാമെന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പല്ലവി രണ്ടും കൽപ്പിച്ച് നിൽക്കുക. ആ ഇന്ദ്രൻ്റെയും നിഖിലിൻ്റെയും സകല ഇടപാടുകളും
തെളിവ് സഹിതം പൊക്കി നമ്മുടെ പല്ലവി അവിടെ ഒരു യുദ്ധക്കളവാക്കാൻ തന്നെ ഒരുങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സൂപ്പർ ഹിറ്റ് അടിപൊളി കഥയുമായിട്ട് നമ്മുടെ ഇന്നത്തെ 6 എപ്പിസോഡ് എത്തിയിട്ടുണ്ട്. ആരെന്നാലും മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. ഇന്നത്തെ എപ്പിസോഡ് മിസ് ചെയ്താൽ പിന്നെ അതൊരു വലിയ തീരാ നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കല്യാണ വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.